ഹായ്. കുറേ പേരായി ചോദിക്കുന്നു, സഞ്ജു ഷിപ്പിൽ പോയിട്ടുണ്ടോ, പോവാൻ പറ്റുമോ എന്നൊക്കെ. ഇത് കമൻസിലും കുറേ പ്രാവശ്യമായി ചോദിക്കുന്നു. അപ്പം സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഷിപ്പിൽ പോയിട്ടില്ല. അപ്പോൾ ഷിപ്പിൽ ഫാമിലീനെ കൊണ്ടുപോകുന്ന പോളിസി ഉണ്ട്. അത് കുറേയൊക്കെ എന്താ പറയുന്ന കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന റൂൾസാണത്. അപ്പോൾ എന്താ പറയുക, ഒരു ബേസിക് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്ക കമ്പനീസിലും എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് എഞ്ചിനീയർ ആൻഡ് എബവ് ആണ് അവർ ഫാമിലീനെ കൊണ്ടുപോകാനായിട്ട് എഗ്രി ചെയ്യാം. അപ്പം ദിസ് ഈസ് ഡ്യൂ ടു വേരിയസ് റീസൺസ് ലൈക്ക് സെപ്പറേറ്റ് ക്യാബിൻ ഉണ്ടാവും ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് പിന്നെ ഡെക്ക് സൈഡിലാണെങ്കിലും അങ്ങനെയാണ്, സെക്കൻഡ് ഓഫീസർ ആൻഡ് എബവ് ആണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. അപ്പം ഇതിനൊരു ഫാക്ടറും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷിപ്പിനൊരു ലൈഫ് ബോട്ടിൽ ഒരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ സപ്പോസ് ദേ ഹാവ് ലൈക്ക് ഒരു 25 ആൾക്കാർക്കുള്ള ലൈഫ് ബോട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫുൾ കപ്പാസിറ്റിയിലുള്ള ക്രൂ ഉണ്ടെങ്കിൽ അവർ ഫാമിലീനെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. ആൻഡ് ഇപ്പോൾ സപ്പോസ് ഇറ്റ്സ് ലൈക്ക് ഒരു 20 ആൾക്കാരാണ്, നമ്മൾ ഒരു 4 പേര് അല്ലെങ്കിൽ 5 പേര് ഫാമിലിനും കൂടെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് നിയമമായിട്ടല്ല. ഇപ്പോൾ ഫാമിലി അടക്കം ഫുൾ കപ്പാസിറ്റിയിലാണ് നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ ലൈഫ് ബോട്ടിൻ്റെ കപ്പാസിറ്റി ഫുൾ കപ്പാസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ, ആൻഡ് ഇഫ് സംബഡി ഹാസ് ടു കം ഫോർ എൻ ഇൻസ്പെക്ഷൻ, ലൈക്ക് ഒരു സൂപ്രണ്ടൻ്റൊക്കെ വന്ന് ഇൻസ്പെക്ഷൻ വല്ലതും വരുന്നുണ്ടെങ്കിൽ എന്താണ്ടാവാന്ന് വെച്ചാൽ ദേ വിൽ ആസ്ക് ദ ഫാമിലി ടു ഡീബോർഡ്, അല്ലേ. ആ ക്രൂ എന്തായാലും ഉണ്ടാവണമല്ലോ ഇൻസ്പെക്ഷന്. അപ്പം ബേസിക് തിങ് ഇസ് ദാറ്റ് ലൈഫ് ബോട്ടിൻ്റെ കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ ഫാമിലി ഓൺ ബോർഡ് പോവുകയാണെങ്കിൽ ഇവർ ലൈഫ് ബോട്ടിൻ്റെയും സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ ഇതൊക്കെ നമുക്കും പറഞ്ഞു തരും. നമ്മൾ ഫാമിലി കയറുമ്പോൾ അവർക്ക് ഇൻ കേസ് ഓഫ് എൻ എമർജൻസി എങ്ങനെയാണ് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. എന്തെങ്കിലും പോകണം എന്ന് വിചാരിക്കുന്നു.